വിശന്ന് കൂര കുത്തിയിരിക്കുമ്പോൾ ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്കിഷ്ടമുണ്ടായിരുന്ന സാധനങ്ങൾ കഴിക്കാൻ തോന്നി. ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒന്നും ഇല്ലെങ്കിലും ഗിവ് അപ്പ് ചെയ്യരുത്. ഇത് ബ്രെഡ് ഫ്രൂട്ടാണ് കേട്ടോ. ബ്രെഡ് ഫ്രൂട്ടിന് ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കണവരുണ്ടാക്കിയതാണ്. ഒരു ഇച്ചിരി സ്രാവ് മാങ്ങയിട്ട് പറ്റിച്ച കറിയാണ്. അപ്പോൾ വിശക്കുമ്പോൾ ഇന്ന സാധനമൊന്നും ഇല്ല കേട്ടോ. ചക്ക ഇട്ടില്ലെങ്കിൽ ചക്ക വേണ്ടാന്ന് വയ്ക്കുക, കപ്പ ഇട്ടില്ലെങ്കിൽ കപ്പ വേണ്ടാന്ന് വയ്ക്കുക. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുക. ഇതാണ് കേട്ടോ മാൽദീവ്സിലെ എൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോർ ചക്കപ്പുഴുക്ക് ആൻഡ് കപ്പപ്പുഴുക്ക്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡ് ഫ്രൂട്ടിന് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന പോലെ അതിൻ്റെ അരപ്പുണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ ബ്രെഡ് ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടിട്ട് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് കറിവേപ്പിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കപ്പപ്പുഴുക്ക് അതിലും ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇറച്ചിക്കറി കൂട്ടി കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റ്. പക്ഷേ ഞാൻ രാവിലെ ഇറച്ചി കൂട്ടിയതുകൊണ്ട് അതേ ഷാർക്കിൻ്റെ കഷ്ണം മാങ്ങി, പിന്നെ കട്ടൻ ചായ അല്ല കേട്ടോ, അത് ആപ്പിൾ ജ്യൂസാണ്.